പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് റോ ബ്രാൻഡിലെ റെസ്ലറായിരുന്ന ഒഡീസി ജോൺസിനെ WWE പുറത്താക്കിയിരിക്കുന്നു എന്നുള്ള വാർത്തയെ സംബന്ധിച്ചാണ്. ഇന്നലെ ഞാൻ പങ്കുവെച്ച വീഡിയോയിൽ പറഞ്ഞിരുന്നു ഒഡീസി ജോൺസിനെ റോസ്റ്റർ പേജിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു അല്ലെങ്കിൽ ഒഴിവാക്കിയിരിക്കുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകളായിരുന്നു നമുക്ക് ലഭിച്ചത്. അപ്പോൾ ഇന്ന് ഫൈറ്റ്ഫുൾ സെലക്ട് റിപ്പോർട്ട് ചെയ്തത് അനുസരിച്ചാണെങ്കിൽ പൂർണ്ണമായി റോ ബ്രാൻഡിൽ നിന്നും WWE കോൺട്രാക്റ്റിൽ നിന്നും ഒഡീസി ജോൺസിനെ പുറത്താക്കിയിരിക്കുന്നു, റിലീസ് ചെയ്തിരിക്കുന്നു. കാരണം ഇപ്പോൾ ഫൈറ്റ്ഫുൾ സെലക്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒഡീസി ജോൺസിനെതിരെ ഗാർഹിക പീഡന ആരോപണം വന്നതിനെ തുടർന്നാണ് ഒഡീസി ജോൺസിനെ പുറത്താക്കിയത്. അതായത് പേഴ്സണൽ ഇഷ്യൂസ്, പോലീസ് കേസൊക്കെ വരാൻ സാധ്യതയുണ്ട്, അറസ്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് മനസ്സിലായതുകൊണ്ടാണ് ഒഡീസി ജോൺസിനെ WWE കോൺട്രാക്റ്റിൽ നിന്ന് റിലീസ് ചെയ്തിരിക്കുന്നത്. കമ്പനിയുമായിട്ടുള്ള പ്രശ്നമല്ല, പേഴ്സണൽ ഇഷ്യൂസാണ്. ഒഡീസി ജോൺസിന് കൃത്യമായിട്ടുള്ള സ്റ്റോറിയും കൃത്യമായിട്ടുള്ള ഒരു TV ടൈമും കൊടുത്ത് ഇങ്ങനെ പുഷ് ചെയ്ത് കൊണ്ടുവരുന്ന സമയത്താണ് താരത്തിനെതിരെ ഇത്തരത്തിലുള്ള ഒരു ആരോപണം വരുന്നതും തുടർന്ന് താരത്തെ പുറത്താക്കുന്ന ആ ഒരു നടപടിയിലേക്ക് കടക്കുന്നതും. WWE സൂപ്പർ സ്റ്റാർസിന് പോലും ഒഡീസി ജോൺസിനെ പുറത്താക്കി എന്നുള്ളൊരു കൃത്യമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആ ഒരു സമയത്ത് അറിയാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതും ഫൈറ്റ്ഫുൾ സെലക്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അത്രയും രഹസ്യമായിട്ടാണ് WWE താരത്തെ പുറത്താക്കിയത്. രണ്ടാമത്തെ അപ്ഡേറ്റ് ബ്രോക്ക് ലെസ്നറുടെ ഒരു ലേറ്റസ്റ്റ് ഫോട്ടോ നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ബ്രോക്കിൻ്റെ തിരിച്ചുവരവിനെ സംബന്ധിച്ചുള്ള ഒരു സൂചന ലഭിക്കുന്നില്ല. ഇത്തരത്തിലുള്ള ഫോട്ടോസ് സോഷ്യൽ മീഡിയയിൽ നിന്ന് ലഭിക്കുന്നതെന്ന് ഒരു കാര്യം ഉറപ്പാണ്, ബ്രോക്ക് ലെസ്നർ അദ്ദേഹം WWE നിന്നും മാറി നിൽക്കുന്ന ആ ഒരു സമയം അദ്ദേഹത്തിൻ്റെ ജീവിതം ആസ്വദിക്കുകയാണെന്നുള്ളത്. രണ്ടാമതായി പങ്കുവെക്കാനുള്ളത് സർവൈവർ സീരീസ് എന്ന് പറയുന്ന ഈ ഒരു വർഷത്തെ അടുത്ത ടോപ്പ് 4 പ്രീമിയം ലൈവ് ഇവൻറ്റുകളിൽ ഒന്നിൽ ഗുന്തറിൻ്റെ വേൾഡ് ടൈറ്റിലിന് ചലഞ്ച് ചെയ്യാൻ സാധ്യത ഉള്ള ഒരു റെസ്ലറുടെ പേരായിട്ട് ഇപ്പോൾ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത് CM പങ്കിൻ്റെ പേരാണ്. ഓൾറെഡി കഴിഞ്ഞ ദിവസത്തെ റോ എപ്പിസോഡിൽ CM പങ്ക് ഗുന്തറിൻ്റെ ചാമ്പ്യൻഷിപ്പിനുള്ള ഒരു ചലഞ്ച് പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഡ്രൂവിനെതിരെയുള്ള പങ്കിൻ്റെ സ്റ്റോറി കഴിയാത്തത് കൊണ്ട് തന്നെ ഗുന്തറിനെതിരെയുള്ള പങ്കിൻ്റെ ആ ഒരു ഫ്യൂഡും ആരംഭിച്ചിട്ടില്ല. ഓൾറെഡി ഇപ്പോൾ ഇതാ പങ്കിനെ ബ്രൂട്ടലായി ആക്രമിച്ചുകൊണ്ട് ഡ്രൂ അടുത്ത ഒരു മത്സരത്തിലേക്കുള്ള ഒരു ബിൽഡപ്പും ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മത്സരം മിക്കവാറും ബാഡ് ബ്ലഡ് എന്ന് പറയുന്ന അടുത്ത പ്രീമിയം ലൈവ് ഇവൻറ്റിലായിരിക്കും നടക്കുക. അത് കഴിഞ്ഞ് സർവൈവർ സീരീസിൻ്റെ ആ ഒരു ബിൽഡപ്പിൻ്റെ ഭാഗമായി CM പങ്ക് ഗുന്തറിൻ്റെ വേൾഡ് ടൈറ്റിലിന് ചലഞ്ച് ചെയ്യുന്നതായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. അങ്ങനെയാണെങ്കിൽ സർവൈവർ സീരീസിൽ നമ്മൾ എല്ലാവരും ആകാംക്ഷയോട് കൂടി കാത്തിരിക്കാവുന്ന രീതിയിലുള്ള ഒരു ബിൽഡപ്പ് മത്സരത്തിന് ലഭിക്കുകയും മത്സരത്തിൽ ആര് വിജയിക്കുമെന്നുള്ളൊരു തലത്തിൽ ഒരു ചോദ്യചിഹ്നം ഉയർത്തി വരുന്ന ഒരു മത്സരം എന്നുള്ളൊരു രീതിയിലേക്ക് അവർ ബിൽഡപ്പ് കൊടുക്കുകയും ചെയ്യും. CM പങ്ക് ചാമ്പ്യൻ ആകാൻ സാധ്യത ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഗുന്തറാണ് എതിരാളി എന്നുള്ളത് കൊണ്ട് തന്നെ പങ്ക് ചാമ്പ്യൻ ആകും എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം ഗുന്തറിൻ്റെ ടൈറ്റിൽ റണ്ണ് ആരംഭിച്ചിട്ടുള്ളൂ. അപ്പോൾ പങ്കിനെ പോലെ ഒരു ഫ്യൂച്ചർ ഹോൾ ഓഫ് ഫെയിമറിനെ പോലെ നിൽക്കുന്ന ഒരു താരത്തിനെതിരെ ഗുന്തർ പരാജയപ്പെട്ടാൽ അത് WWE എന്ന് പറയുന്ന കമ്പനി നിലവിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ആ ഒരു പേരിന് വലിയ കോട്ടം സംഭവിക്കും. ഗുന്തറിൻ്റെ കരിയറിൽ ഇപ്പോൾ അദ്ദേഹം സൃഷ്ടിച്ചിട്ടുള്ള ആ ഒരു മൊമെൻറ്റത്തെ ബാധിക്കും. അതുകൊണ്ട് തന്നെ പങ്ക് ചാമ്പ്യൻ ആകാൻ സാധ്യത കുറവാണ്. പക്ഷേ ഗംഭീര സ്റ്റോറിയും മത്സരവും സർവൈവർ സീരീസിനോട് അനുബന്ധിച്ച് പ്രതീക്ഷിക്കാം. അവസാനമായി പങ്കുവെക്കാനുള്ളത് സൂപ്പർ താരമായ റോമൻ റീൻസും അദ്ദേഹത്തിൻ്റെ കസിനും ഊസോസിലെ അംഗവുമായിരുന്ന ജിമ്മി ഊസോയുടെയും റിട്ടേണിനെ സംബന്ധിച്ചാണ്. നിലവിൽ നമുക്ക് ലഭിക്കുന്ന ഒരു റൂമർ ഈ വരുന്ന സ്മാക്ഡൗൺ എപ്പിസോഡിൽ അൺഡിസ്പ്യൂട്ടഡ് ചാമ്പ്യനായ കോഡി റോഡ്സും സോളോ സിക്കോയും ഫേസ് ടു ഫേസ് വരുന്നുണ്ട്. ഈ ബാഷ് ഇൻ ബെർലിൻ എന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിന് ആരംഭിക്കുന്നതിന് മുൻപുള്ള ഏറ്റവും അവസാനത്തെ സ്മാക്ഡൗണിൽ സോളോ സിക്കോവ അൺഡിസ്പ്യൂട്ടഡ് ടൈറ്റിലിന് ആ റീമാച്ച് വേണം എന്നുള്ളത് ആവശ്യപ്പെട്ടത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു സെഗ്മെൻറ്റ് ഈ വരുന്ന സ്മാക്ഡൗണിലേക്ക് കൺഫേം ചെയ്തിട്ടുള്ളത്. അപ്പോൾ സോളോ സിക്കോവ വേഴ്സസ് കോഡി റോഡ്സ് തമ്മിലുള്ള മത്സരം ഇനി ചാമ്പ്യൻഷിപ്പിന് വേണ്ടി എന്ന് നടക്കും എന്നുള്ളതിൻ്റെ ഒരു സൂചന നമുക്ക് ഇനി വരുന്ന ശനിയാഴ്ചത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ നിന്ന് ലഭിക്കും. അപ്പോൾ ഇവരുടെ മത്സരം നടക്കുന്ന ആ ഒരു ദിവസം റോമൻ റീൻസിൻ്റെയോ അല്ലെങ്കിൽ ജിമ്മി ഊസോയുടെയോ റിട്ടേൺ നടക്കാൻ സാധ്യത ഉണ്ടെന്നുള്ള ഒരു റൂമറാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. USA നെറ്റ്വർക്ക് എന്ന് പറയുന്ന പുതിയൊരു ചാനലിലേക്ക് ഇപ്പോൾ WWE സ്മാക്ഡൗൺ എപ്പിസോഡ് കൂടുമാറാൻ പോകുകയാണ്. ഫോക്സ് നെറ്റ്വർക്കിന് കീഴിലുള്ള ഏറ്റവും അവസാനത്തെ സ്മാക്ഡൗൺ എപ്പിസോഡാണ് ഈ ആഴ്ച അവർ ടെലികാസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ USA പ്രീമിയർ ചെയ്യാൻ പോകുന്ന ഈ സ്മാക്ഡൗൺ എപ്പിസോഡിലായിരിക്കും ചിലപ്പോൾ ഈ ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരം അനൗൺസ് ചെയ്യുക. മെയിൻ ഇവൻറ്റിലായിരിക്കും മത്സരം നടക്കുക. അതിലേക്ക് ചിലപ്പോൾ റോമൻ റീൻസിൻ്റെയോ അല്ലെങ്കിൽ ജിമ്മി ഊസോയുടെയോ, ചിലപ്പോൾ റോമനും ജിമ്മിയും ഒരുമിച്ച് വരുന്നതായിട്ടോ നമുക്ക് ഒരു റിട്ടേൺ കാണാൻ സാധിച്ചേക്കാം. അത്തരത്തിലുള്ള ഒരു റൂമറാണ് നമുക്കിപ്പോൾ കേൾക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി അഥവാ മത്സരം ബാഡ് ബ്ലഡ് എന്ന് പറയുന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിലേക്കാണ് കൺഫേം ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു ഇവൻറ്റിൽ നമുക്ക് റോമൻ്റെയോ ജിമ്മി ഊസോയുടെയോ റിട്ടേൺ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.